നമുക്കിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ മോഡലിൽ മറ്റൊരു കണക്ക് കൂടി പഠിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? എ എൻ കണ്ടുപിടിക്കാൻ അല്ലേ? എ എൻ സമം എന്താണ്? എ എൻ സമം എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എ സമം 41. ഇഷ്ടമുള്ള സംഖ്യ നിങ്ങൾക്ക് എഴുതി പഠിക്കാം കേട്ടോ. ഡി സമം 12. ഇതാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതിൽ നിന്ന് നമുക്ക് സംഖ്യാശ്രേണി രൂപീകരിക്കണം. സംഖ്യാശ്രേണി രൂപീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഒന്നാം പദം വേണം അല്ലേ? ഒന്നാം പദം വേണം, രണ്ടാം പദം വേണം, മൂന്നാം പദം വേണം, നാലാം പദം വേണം, അഞ്ചാം പദം വേണം, എക്സെട്ര. ഇങ്ങനെ ഓരോ പദങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നാം പദം ഇക്വേഷനിൽ ചെയ്യുക. അപ്പോൾ A1 സമം എ പ്ലസ് തന്നിട്ടുണ്ട് എന്താണ്? 41 അല്ലേ? 41 അധികം എൻ മൈനസ് 1 ഇൻറ്റു ഡി. എൻ എന്ന് പറയുന്നത് 1 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്ന 12. എങ്ങനെയാണ് നമുക്ക് ഒന്നാം പദം 41 കിട്ടുന്നതെന്ന് നോക്കുന്നത്? നോക്കേ, എങ്ങനെയാണ് കിട്ടുന്നത്? ഇത് 1 പോയാൽ 0 അല്ലേ? 0 ഇൻറ്റു 12 സമം 0. അപ്പോൾ കണ്ടോ? അപ്പോൾ ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമ്മൾ എടുത്ത സംഖ്യ തന്നെ നമുക്കിവിടെ കിട്ടും. മനസ്സിലായല്ലോ? ഇനി A2 എന്ന രണ്ടാം പദം എങ്ങനെ കണ്ടുപിടിക്കും? A2 സമം എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. എക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം? എക്ക് പകരം രണ്ടാമത്തെ പദം കണ്ടുപിടിക്കുന്നത് എക്ക് പകരം എന്ത് എഴുതും? എക്ക് പകരം 41 അധികം എത്രാമത്തെ പദം കണ്ടുപിടിക്കുന്നത്? രണ്ടാമത്തെ പദം അല്ലേ? അപ്പോൾ എന്നിന് പകരം 2 എഴുതുക, മൈനസ് 1. പൊതുവ്യത്യാസം എന്താണ്? 12. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ആൻസർ 41 അധികം 2ൽ നിന്ന് 1 പോയാൽ 1 ഇൻറ്റു 12. അപ്പോൾ ഇത് വേണം ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്. 41 അധികം 12 സമം എന്ത് കിട്ടും? സമം 53 അല്ലേ? ഇത് നമ്മളിങ്ങനെ ഇക്വേഷൻ ഉപയോഗിക്കാതെ നമുക്കെങ്ങനെ ആൻസർ എഴുതാതിൻ്റെ? നോക്കിയേ, ഇക്വേഷൻ ഉപയോഗിക്കാതെ എങ്ങനെ എഴുതാം? ഇക്വേഷൻ ഉപയോഗിക്കാതെ എഴുതുന്നത് 41ൻ്റെ പൊതുവ്യത്യാസം കൂട്ടുക, എന്ത് കിട്ടും? 53. കണ്ടോ? ഇത് രണ്ടാമത്തെ പദം. ഇനി ഇക്വേഷൻ ഉപയോഗിക്കാതെ വീണ്ടും ചെയ്താൽ എങ്ങനെ കിട്ടും? വീണ്ടും 12 കൂട്ടുക, 65 മൂന്നാം പദം. കണ്ടോ? അപ്പോൾ 3 പദം വരെ എഴുതി നമുക്ക് ശ്രേണി ഇവിടെ നിർത്താം. പക്ഷേ ഈ രീതിയിൽ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 150-ആം പദം കണ്ടുപിടിക്കണം. കൂട്ടി എഴുതാൻ പറ്റുമോ 150 വരെ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇനി A3 ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പോവുകയാണ്. ഒന്നാം പദം 41 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. എന്നിന് പകരം നമ്മളിവിടെ എന്ത് എഴുതണം? എന്നിന് പകരം 3 ആണ്. മൂന്നാമത്തെ പദം 3 മൈനസ് 1 പൊതുവ്യത്യാസം 12. എന്ത് കിട്ടും? 41 അധികം 3ൽ 1 പോയാൽ 2 2 ഗുണം 12 സമം എന്ത് കിട്ടും? 24 65 അല്ലേ? ഈ 65 നമുക്കിവിടെ നേരത്തെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കൂട്ടി എഴുതിയപ്പോൾ നമുക്ക് 65 കിട്ടി. പക്ഷേ കൂട്ടി എഴുതിയാൽ വരുന്ന പ്രശ്നം എന്താണ്? നമുക്ക് അവസാനം ഒരു ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ശ്രേണി രൂപീകരിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ശ്രേണി രൂപീകരിക്കുന്നത്? ഒന്നാം പദം 41, രണ്ടാം പദം 53, മൂന്നാം പദം 65 എക്സെട്ര. ഈ രീതിയിൽ ഇങ്ങനെ തുടർച്ചയായി പോയാൽ 150-ആം പദം, എത്രാം പദമാണ്? 150-ആം പദം കാണുക. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? 150-ആം പദം എങ്ങനെ കണ്ടുപിടിക്കും? എ 150 അധികം എ 150 സമം എന്താണ്? എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇക്വേഷൻ ഇവിടെ എത്തിച്ചൂടെ എഴുതിയ ഇക്വേഷൻ എ എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഒന്നാം പദം 41 പ്ലസ് എത്രാമത്തെ പദം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? 150-ആം പദം. ഇപ്പോഴെന്താണ്? ഇനി നമ്മൾ എന്ത് എഴുതും? 150 എഴുതും. അതിൽ നിന്നും എത്ര കുറയ്ക്കണം? 1 കുറയ്ക്കുക, സിംഗിൾ ബ്രാക്കറ്റ് കൊടുക്കുക, ഇൻറ്റു ഡി. ഇൻറ്റു ഡി എത്രയാണ്? പൊതുവ്യത്യാസം സമം 12. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നോക്കിയേ, 41 അധികം 150-ൽ നിന്ന് 1 കുറച്ചാൽ എന്ത് കിട്ടും? 149. 150-ൽ നിന്ന് 1 കുറയ്ക്കുക, സിംഗിൾ ബ്രാക്കറ്റാണ്. എന്നിട്ട് ഇതാ ഇവിടെ എന്താണ്? ബ്രാക്കറ്റിൻ്റെ വെളിയിൽ 12 എന്നത് മീനിങ് എന്താണ്? 12 കൊണ്ട് ഗുണിക്കുക.
അപ്പോൾ ആദ്യം ചെയ്യേണ്ട ക്രിയ ഏതാണ്? ആദ്യം ചെയ്യേണ്ട ക്രിയ 149നെ 12 കൊണ്ട് ഗുണിച്ചതിന് ശേഷം മാത്രമേ 41 കൂട്ടി എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 149നെ 12 കൊണ്ട് ഗുണിക്കാൻ പോവുകയാണ്. 9 2 18 ശിഷ്ടം 1 4 2 8 1 9 1 2 2 1 9 9 1 4 4 1 1 1 8 9 9 18 ശിഷ്ടം 1 ഈ 1 ഇവിടെ വരും അല്ലേ? ഈ 8 ഇവിടെ 9 9 18 ആ 18 ശിഷ്ടം ഇവിടെ വരും. 3 4 3 7 1 എത്ര കിട്ടും? 1788. എന്ത് ചെയ്യണം? 1788ൻ്റെ കൂടെ എത്ര കൂട്ടണം? 41 കൂട്ടുമ്പോൾ എന്ത് കിട്ടും ആൻസർ? 8 1 9 8 4 12 ശിഷ്ടം 1 അത് ഇതിൻ്റെ കൂടെ കൂട്ടുക 8 1 1829. ഇതാണ് 150-ാം പദം കാണുകയാണ് ക്വസ്റ്റ്യൻ. അപ്പം 150-ാം പദം നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? 150-ാം പദം A 150 സമം 1829 കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കുറേ കണക്കുകൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും നിങ്ങൾക്ക് SSLC പരീക്ഷയ്ക്ക് 2 സ്കോറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കും. അത് നിങ്ങൾ ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്ത് മാർക്ക് വാങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ മറ്റൊരു കണക്കുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.